പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സർജറി ഒരു ഭീകരമായ സർജറി ആണെന്നും എത്രത്തോളം റിക്കവർ ചെയ്യും എന്നൊക്കെ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ശരിയാണോ? ഈ പാൻക്രിയാറ്റിക് സർജറിയുടെ ഒക്കെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80 to 2000 വരെയാണ്. അതിനുശേഷം നമുക്ക് ഒരുപാട് ഗാഡ്ജറ്റ്സുകൾ വന്നു, ഒരുപാട് ടെക്നിക്സിലൊക്കെ ഡിഫറൻസ് വന്നു, എക്സ്പീരിയൻസസ് വന്നു. അതിൻ്റെ ഒരു മെയിൻ മോർബിഡിറ്റി അല്ലെങ്കിൽ ഇതിലുണ്ടായിരുന്ന ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ കണ്ടിരുന്നത് ഈ പാൻക്രിയാസ് ഉണക്കക്കുറവ് വരും. നമ്മൾ കുടലുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അവിടെ നിന്ന് ലീക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഇപ്പം നമ്മുടെ റീസെൻറ്റ് സീരീസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇപ്പോൾ ഒരു 1 or 2 years ഒക്കെ ആയിട്ട് നമുക്ക് ഇത് വളരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും റിഫൈൻഡ് ആയി സർജറി, വേറെ ഏതൊരു സർജറി പോലെ തന്നെ ഒരു നോർമൽ സർജറി ആയി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻക്രിയാറ്റിക് ക്യാൻസർ ഇന്ന് വരികയാണെന്ന് പറഞ്ഞാൽ ഏർലി ആയിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സർജറിയിലേക്ക് പോവുകയാണ്. റിക്കവറി സാധാരണ പോലെ തന്നെ ഒരു 1 weekലൊക്കെ അല്ലെങ്കിൽ ഒരു 10 days അവർ റിക്കവേർഡ് ആവും. അതുപോലെ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റും. സാധാരണ ഒരു സർജറി പോലെ തന്നെ അവർ സുഖം പ്രാപിക്കും. അതിനുശേഷം പിന്നെ പല ട്രീറ്റ്മെൻറ്റുകളും ഇതിന് വരാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആ ഏരിയയിലുള്ള കഴലുകളും നമ്മൾ ഈ ട്യൂമറിനെയും സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന വീണ്ടും നമ്മളൊരു ദഹന വ്യവസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ ഗ്യാസ്ട്രോ ഓങ്കോ സർജൻസിന് വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ട്. ഏത് സെൻറ്ററിൽ ആണെങ്കിൽ പോലും എല്ലാവരും റുട്ടീനായിട്ട് ചെയ്യുന്ന സർജറിയാണ്. അപ്പോൾ ഇനി പാൻക്രിയാറ്റിക് സർജറിനെ പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് അത്ര പേടി ആവശ്യമില്ല.